മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് ആസ് ഫെറോമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് ആൻഡ് ഡയാമാഗ്നറ്റിക് അക്കോർഡിംഗ് ടു ദെയർ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഫെറോമാഗ്നറ്റിക്? നോട്ട് എന്നാണ് പറഞ്ഞത്. ഫെറോമാഗ്നറ്റിക് അല്ലാത്തത് ഏതാണ്? ബിസ്മത്ത് മാത്രമാണ്. ബിസ്മത്താണ് എന്ത്? ഫെറോമാഗ്നറ്റിക് അല്ലാത്തത്. കൊബാൾട്ട്, അയൺ, നിക്കൽ ഇതൊക്കെ എന്താണ്? ഫെറോമാഗ്നറ്റിക് ആണ്. ബിസ്മത്ത് ഡയാമാഗ്നറ്റിക് ആണ്. ഈ ഫെറോ, പാര, ഡയാൻ്റെ ഒക്കെ എക്സാമ്പിൾസ് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാനുള്ള ഒരു ട്രിക്ക് നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ലാസ്റ്റ് സെഷനിൽ പറയുന്നുണ്ട്. ഓക്കെ, ആ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് കണ്ടതിന് ശേഷം അത് ആൻസർ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, ബി ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫൈൻ ദ ടേം മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. What is its value for a perfect diamagnet? Okay, ഫസ്റ്റ് നമുക്ക് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്താണെന്ന് പറയാം. എന്താ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി? അത് ഇക്വേഷൻ എഴുതും. Chi is equal to m divided by h. ആ വീഡിയോയിൽ കറക്റ്റ് ഈ ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. Chi is equal to m by h. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ, അല്ലെ ജസ്റ്റ് മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാലും മതി. മാഗ്നറ്റൈസേഷൻ ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഡിവൈഡഡ് ബൈ എച്ച്. മാഗ്നറ്റൈസിങ് ഫീൽഡിന്റെ സ്ട്രെങ്ത് ആണ്. അതായത് മാഗ്നറ്റൈസിങ് ഫീൽഡ്, മാഗ്നറ്റൈസേഷൻ ഡിവൈഡഡ് ബൈ മാഗ്നറ്റൈസിങ് ഫീൽഡ്. ഇക്വേഷൻ എഴുതിയിട്ട് എന്താ ഡിഫൈൻ ചെയ്യാൻ പോവാം. അത്ര മതി. ഇനി വാട്ട് ഈസ് ഇറ്റ്സ് വാല്യൂ ഫോർ എ പെർഫെക്റ്റ് ഡയാമാഗ്നറ്റ്? പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിന് Chi is equal to -1 ആണ്. ഓർത്ത് വയ്ക്കുക. പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിന്, പെർഫെക്റ്റ് ആണെങ്കിൽ ഡയാമാഗ്നറ്റ്സിനൊക്കെ എന്താണ്? സസെപ്റ്റിബിലിറ്റി നെഗറ്റീവ് ആണ്. അതൊരു പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസം കൂടിയാണെങ്കിൽ അത് കറക്റ്റ് -1 ആണ്. സസെപ്റ്റിബിലിറ്റി -1 ആയിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഡയാമാഗ്നറ്റിക്? നോട്ട് ഡയാമാഗ്നറ്റിക് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഏതൊക്കെയാണ്? സിലിക്കണും വാട്ടറും കോപ്പറും എന്താണ്? ഡയാമാഗ്നറ്റിക് ആണ്. അലൂമിനിയം പാരാമാഗ്നറ്റിക് ആണ്. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നോക്കുക കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. ഓക്കെ, അലൂമിനിയം എന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. പാര. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ suitable material for making electromagnets? ഇലക്ട്രോമാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ സോഫ്റ്റ് അയൺ ആണ്. ഓർത്തോ, ഇലക്ട്രോമാഗ്നറ്റ് സോഫ്റ്റ് അയൺ ആണ്. സോഫ്റ്റ് അയൺ എന്ന് പറഞ്ഞ ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ഇതാണ് എന്ത്? ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ഇത് ഇലക്ട്രോമാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന സമയത്ത് മാത്രം മാഗ്നറ്റ് ആയി മാറും. സ്വിച്ച് ഓഫ് ചെയ്താൽ അവിടുന്ന് അത് നോർമൽ മെറ്റീരിയൽ ആയി മാറും. അപ്പൊ ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സോഫ്റ്റ് അയൺ ആണ്. ദ ഫിനോമിന ഓഫ് പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസം ഇൻ സൂപ്പർ കണ്ടക്ടേഴ്സ് ഈസ് കോൾഡ് മീസ്നർ ഇഫക്റ്റ്. ഓക്കെ, സൂപ്പർ കണ്ടക്ടേഴ്സിന് പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസം എക്സിബിറ്റ് ചെയ്യാൻ പറ്റും. ഈ പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസം എക്സിബിറ്റഡ് ബൈ സൂപ്പർ കണ്ടക്ടേഴ്സ് ഈസ് കോൾഡ് മീസ്നർ ഇഫക്റ്റ്. ഇത് വേറെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, ജസ്റ്റ് ഇങ്ങനെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വരുവാണ് ചെയ്യുക. അപ്പം സൂപ്പർ കണ്ടക്ടേഴ്സിലെ പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസത്തിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? മീസ്നർ ഇഫക്റ്റ്. ബൈ ഹാർട്ട് ചെയ്യുക കേട്ടോ. മിസ്റ്റർ പെർഫെക്റ്റ് എന്ന് ആലോചിച്ചാൽ മതി. പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസം. അടുത്തതാണ് എന്ത്? ഗിവ് വൺ എക്സാമ്പിൾ ഫോർ ഡയാമാഗ്നറ്റിക് ആൻഡ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. എളുപ്പല്ലേ? ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഏതാണ്? ബിസ്മത്ത് ഉണ്ട്. ബിസ്മത്ത് മാത്രമല്ല, വാട്ടർ ഉണ്ട്, സോൾട്ട് ഉണ്ട്, അതായത് സോഡിയം ക്ലോറൈഡ് ഉണ്ട്, പിന്നെ സിലിക്കൺ ഉണ്ട്, കോപ്പർ ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണത് അലൂമിനിയം, കാൽഷ്യം, പിന്നെ ഏതായിരുന്നു? അലൂമിനിയം, കാൽഷ്യം, സോഡിയം എക്സെട്ര. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. തൽക്കാലം നമുക്ക് ഏത്? ബിസ്മത്തും, ഡയാമാഗ്നറ്റിസത്തിന് ബിസ്മത്തും, പാരാമാഗ്നറ്റിസത്തിന് ഞാനിവിടെ അലൂമിനിയം എഴുതിയിട്ട് ചിലപ്പം ഒന്നിൽ കൂടുതലും എക്സാമ്പിൾസ് ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. ദ എയർ കോർ സോളിനോയിഡ് ഹാസ് 1000 ടേൺസ് പെർ മീറ്റർ ആൻഡ് carries a current of 2 ampere. Calculate the magnetic intensity. H ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? നമ്പർ ഓഫ് ടേൺസ് പെർ
മീറ്റർ തന്നിട്ടുണ്ട്, അതായത് നമ്പർ ഡെൻസിറ്റി തന്നിട്ടുണ്ട് n എത്രയാ 1000. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ 1000. പിന്നെന്താണ് കറണ്ട് തന്നിട്ടുണ്ട് I is equal to 2 ആംപിയർ. നമുക്കറിയാം H is equal to n into I ആണ്. ni ആണ് എന്ത് H. mu 0 ni B is equal to mu 0 ni എന്നാണ് ഇക്വേഷൻ നമ്മൾ സോളിനോയിഡിന്റെ കേസിൽ പഠിച്ചിട്ടുണ്ട്. ഈ ni നെ മാത്രം നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് H. മാഗ്നറ്റിക് ഇന്റൻസിറ്റി, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അല്ല കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി പറഞ്ഞാൽ അത് B ആയിപ്പോയി. മാഗ്നറ്റിക് ഇന്റൻസിറ്റി പറഞ്ഞാൽ n into I ആണ്. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. n 1000 into 2000 into 2 2000. Sixth question. The susceptibility of a diamagnetic material. Diamagnetic materialന്റെ susceptibility നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, നെഗറ്റീവ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഡയമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ആളാണ്. ഓക്കെ, കുറച്ച് സാഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അതിന്റെ സസെപ്റ്റിബിലിറ്റി നെഗറ്റീവ് ആണ്. വാട്ട് ഈസ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഫോർ എ മെറ്റീരിയൽ? ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ആദ്യം ഇക്വേഷൻ എഴുതാം. M is equal to magnetization, intensity of magnetization, capital M is equal to small letter m net divided by B. M net പറഞ്ഞാൽ എന്താ ഒന്നുമില്ലടോ, total magnetic dipole moment. Total magnetic dipole moment developed per unit volume ആണ് എന്ത് magnetization. അടുത്തത് give the relation between B and H. തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു B is equal to mu 0 n into I ആണ്. ഇതിൽ ni നെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ക്യാപിറ്റൽ H. അപ്പോൾ B is equal to mu 0 into H. ഓർത്ത് വെക്കണേ, B is equal to mu 0 into H റിലേഷൻ. അടുത്തത് when a magnetic material is placed in a uniform magnetic field it experiences. ശ്രദ്ധിക്കണം, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണോ അവിടെ ടോർക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ടോർക്ക് പക്ഷെ നോ ഫോഴ്സ്. ഇതാണ് ആൻസർ. നോൺ യൂണിഫോം ആണെങ്കിൽ എന്താണ് അവിടെ ടോർക്കും ഉണ്ടാവും ഫോഴ്സും ഉണ്ടാവും. എന്നാൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിട്ടുള്ള ഒരു ഡൈപോളില് എന്ത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഡൈപോൾ ഓർ മാഗ്നറ്റിക് മെറ്റീരിയലില് ടോർക്ക് മാത്രമേ എക്സ്പീരിയൻസ് ചെയ്യത്തുള്ളൂ. 9th question ആണ് state Gauss's law for magnetism. Gauss's law in magnetism, total magnetic flux by B is equal to closed surface integral B dot ds is equal to 0. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിലെ ത്രൂ എ ക്ലോസ്ഡ് സർഫസ്, ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണത്തിന് നമ്മൾ പറയുന്ന പേരാണെന്ത് ഫ്ലക്സ് അല്ലേ? അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആ എണ്ണം ഒരു ക്ലോസ്ഡ് സർഫസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണം 0 ആയിരിക്കും. പക്ഷേ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഹൗ ദിസ് ഡിഫർ ഫ്രം ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഗോസസ് ലോ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഡോട്ട് സർഫസ് ചെയ്താൽ എന്താ കിട്ടുക? Q എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0 ആണ്, നോട്ട് ഈക്വൽ ടു 0 ആണ്. പക്ഷെ മാഗ്നറ്റിസത്തിൽ ഈ ഫ്ലക്സ് 0 ആയി പോകുന്നുണ്ട്. ഇത് എയുടെ ആൻസർ ആണ്, ഇത് ബിയുടെ ആൻസർ ആണ്. അപ്പൊ സി വൈ ഈസ് ദ ഡിഫറൻസ് ഇൻ ദ ടു കേസസ്? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ Q by epsilon 0, അതായത് നോട്ട് ഈക്വൽ ടു 0 കിട്ടിയ ഒരു ക്വാണ്ടിറ്റി മാഗ്നറ്റിസത്തിൽ വന്നപ്പോൾ 0 ആയത് എന്തുകൊണ്ട്? കാരണം മാഗ്നറ്റിക് മോണോപോൾ doesn't exist. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കേസ് പറയാം. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജിനും സെപ്പറേറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ മാഗ്നറ്റിന്റെ കേസിൽ എന്താണ്? നോർത്ത് ഉണ്ടോ അതിനോട് ചേർന്ന് ഒരു സൗത്ത് ഉണ്ടോ? നോർത്തും സൗത്തും കൂടി ചേർത്തേ നമുക്ക് എന്ത് മാഗ്നറ്റിനെ കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. 10th question. Magnetic field lines of force never intersect each other. What is the reason? കാരണം
ഇൻ കേസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുവാണെങ്കിൽ, ഇങ്ങനെ പോയൊരു മാഗ്നറ്റിക് ഫീൽഡ് ലൈനും ഇങ്ങനെ പോയൊരു മാഗ്നറ്റിക് ഫീൽഡ് ലൈനും ഇന്റർസെക്ട് ചെയ്തു. ഇന്റർസെക്ട് ചെയ്താൽ എന്താ പ്രത്യേകത? നമുക്കറിയാം ഒരു പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജന്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോ ഈ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നമ്മൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ഫസ്റ്റ് വന്ന റേയുടെ ടാൻജന്റ് ആണ് ഈ ഡയറക്ഷൻ ആയിരിക്കും. സെക്കൻഡ് വന്ന ഫീൽഡ് ലൈനിന്റെ ടാൻജന്റ് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ ആയിരിക്കും. രണ്ടും രണ്ട് ഡയറക്ഷനാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഒരൊറ്റ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന് ഒരൊറ്റ ഡയറക്ഷൻ ഉണ്ടാവാമോ? അപ്പോൾ ഒരേ പോയിന്റിൽ രണ്ട് ഡയറക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് പറയാം എന്ത്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യത്തില്ല. അടുത്തതാണ് എന്ത്, ബാർ മാഗ്നറ്റ് ഈസ് കട്ട് ഇൻടു ടു ഈക്വൽ പീസസ്. വാട്ട് വിൽ ഹാപ്പൻ ടു ഇറ്റ്സ് പോൾ സ്ട്രെങ്ത് when they are cut? ഇത്ര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ 11th ക്വസ്റ്റ്യൻ ആയി ഇപ്പോൾ എഴുതി. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതണമായിരുന്നു. അത്ര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ, കുറേ വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ബാർ മാഗ്നറ്റ്, നോർത്ത് സൗത്ത് ഉള്ള ഒരു ബാർ മാഗ്നറ്റ്, നോർത്തും സൗത്തും, ഇതിനെ നമ്മൾ കട്ട് ചെയ്യാണ്. കട്ട് ചെയ്യുമ്പോൾ അതിന്റെ പോൾ സ്ട്രെങ്ത്തിന് എന്ത് മാറ്റും? പോളിന്റെ സ്ട്രെങ്ത്, പോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഒരു പോൾ, നോർത്ത് പോൾ ഇവിടെയാണ്, ഇങ്ങേ എൻഡിലായിരിക്കും. സൗത്ത് പോൾ ഇങ്ങേ എൻഡിലായിരിക്കും. ശ്രദ്ധിച്ചേ, പാരലൽ ആയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത്, പാരലൽ ആയി കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെ കട്ട് ചെയ്യണം? ഇതാ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് മാഗ്നറ്റ് കിട്ടും. ഇങ്ങനെ നീളങ്ങനെയുള്ള രണ്ട് ചെറിയ മാഗ്നറ്റ് കിട്ടും. ഓക്കെ, ഇങ്ങനെ പാരലൽ ആയി കട്ട് ചെയ്യുമ്പോൾ എന്താണ്? പോളിന്റെ ഏരിയ കുറഞ്ഞില്ലേ? ഓരോ പോളിന്റെയും ഏരിയ നേരത്തെ ഉള്ളതിന്റെ പകുതിയായി മാറി, ശരിയല്ലേ? അപ്പം പോളിന്റെ ഏരിയ കുറഞ്ഞതുകൊണ്ട് പോൾ സ്ട്രെങ്ത്തും പകുതിയാവും. ഓക്കെ, ഇനി സെയിം മാഗ്നറ്റിനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കും. സെയിം മാഗ്നറ്റിനെ പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. പോളിന്റെ ഏരിയ അതേപോലെ നിൽക്കുന്ന വേറെ രണ്ട് ചെറിയ മാഗ്നറ്റ് ആയിട്ട് മാറും, ശരിയല്ലേ? ഒരു മാഗ്നറ്റിനെ മുറിക്കുമ്പോൾ നോർത്തും സൗത്തും, മാഗ്നറ്റിനെ നമ്മൾ ഇങ്ങനെ മുറിക്കുകയാണെങ്കിൽ നോർത്ത് സൗത്ത് ഉള്ള രണ്ട് മാഗ്നറ്റ് ആയി മാറുകയാണ് ചെയ്യാം. ഇനി ശ്രദ്ധിച്ചോ, ഇവിടെ പോൾ നേരത്തെ അതേ പോളിന്റെ ഏരിയയാണ് ഇവിടത്തെയും പോളിന്റെ ഏരിയ. പോളിന്റെ ഏരിയക്ക് വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് പോൾ സ്ട്രെങ്ത്തിൽ എന്തില്ല, മാറ്റമൊന്നും ഉണ്ടാവില്ല. പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ, പാരലൽ ആയി കട്ട് ചെയ്യുന്ന സമയത്ത് പോൾ ഏരിയ ഹാഫ് ആവുന്നതുകൊണ്ട് തന്നെ പോൾ സ്ട്രെങ്ത്തും ഹാഫ് ആയി മാറും. ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇൻസൈഡ് എ ബാർ മാഗ്നറ്റ്. ഒരു ബാർ മാഗ്നറ്റിന്റെ ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആർ ഫ്രം സൗത്ത് പോൾ ടു നോർത്ത്, ആർ ഫ്രം നോർത്ത് പോൾ ടു സൗത്ത്. പിന്നെന്താ, മാഗ്നറ്റിന്റെ ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുകയില്ല എന്നാണ് മൂന്നാമത്തെ ഓപ്ഷൻ. നാലാമത്തെ എന്താണ്, ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ ഇല്ലയോ എന്ന് ഡിപ്പെൻഡ് അപ്പോൺ ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ബാർ മാഗ്നറ്റ്. ഇതിൽ ഏതാ കറക്റ്റ്? ഫസ്റ്റ് ആൻസർ ആണ് കറക്റ്റ്. എങ്ങനെയാ, നമ്മളൊരു ബാർ മാഗ്നറ്റ് വരച്ച് നോക്കുക. ബാർ മാഗ്നറ്റില് നോർത്ത് ടു സൗത്ത് ആയിരിക്കും എന്ത്, ഔട്ട്സൈഡ് ദി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോവാ, നോർത്ത് ടു സൗത്ത്. പക്ഷെ സൗത്തിൽ എത്തിയിട്ട് അവിടെ എൻഡ് ചെയ്യത്തില്ല. സൗത്തിൽ എത്തിയിട്ട് മാഗ്നറ്റിന്റെ ഉള്ളിലൂടെ നോർത്തിലേക്ക് തിരിച്ചെത്തും. അപ്പൊ മാഗ്നറ്റിന്റെ ഉള്ളിലൂടെ ഉള്ള ഡയറക്ഷൻ എങ്ങോട്ടാ? സൗത്ത് ടു നോർത്ത് ആണ്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ്. കഴിഞ്ഞു. താങ്ക് യു.